സുഖാണല്ലോ മക്കളെ, നമുക്കിവിടെ സുഖാണ് അൽഹംദുലില്ലാ. എന്നും നമ്മൾ പറയുന്ന പോലെ നിങ്ങളൊന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളിട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെ റവയാണ് ഇട്ട് എടുക്കുന്നുള്ളത്. അത് ഓരോരുത്തരുടെ വീട്ടിൽ എത്ര ആളുണ്ടോ അത്രയും എടുക്കാം കേട്ടോ. റവയാകുമ്പോൾ ഒന്ന് വെന്ത് കഴിഞ്ഞാലൊക്കെ കുറച്ച് കൂടുതലായിട്ട് വരും. അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് വന്നോളി. നിങ്ങൾക്കൊക്കെ സുഖമാണല്ലോ, നോമ്പൊക്കെ എങ്ങനെ ഉണ്ട്, ഹൈറായിട്ട് പോകുന്നില്ലേ? നമുക്കിവിടെ ഹൈറാണ് ഇട്ട്. അപ്പം നമ്മളിതാ കോഴിക്കോടിൻ്റെ സ്വന്തം മുഹബത്തിൻ്റെ റവ തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാലാണ് കേട്ടോ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേങ്ങാപ്പാൽ എടുത്തോളി, കാരണം നമുക്കിവിടെ തേങ്ങ കിട്ടും, പക്ഷെ അത് ഉണങ്ങിയ തേങ്ങയാണ്, പാലൊന്നും കിട്ടൂല കേട്ടോ. അതിൽ അരച്ചെടുത്താലും പാലത്ര കിട്ടൂല, അതുമല്ല നല്ല രുചി ഉണ്ടാവില്ല. നാട്ടിലാണെങ്കിൽ നല്ല പച്ചത്തേങ്ങ കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം കേട്ടോ മുഹബത്തിൻ്റെ കഞ്ഞി. അപ്പോൾ നമ്മളിവിടെ ഫ്രഷ് മിൽക്കാണ് കേട്ടോ എടുക്കുന്നുള്ളത്, നമുക്ക് അതേ കിട്ടുള്ളൂ, തേങ്ങാപ്പാൽ കിട്ടൂല. അപ്പോൾ നമുക്കിതാ ആവശ്യത്തിന് പാൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നമുക്ക് വെള്ളം കൂടെ വയ്ക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തേങ്ങ ആയാലും അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടല്ലോ നമ്മൾ അരക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. നമ്മളെ മുഹബത്തിൻ്റെ ടേസ്റ്റി മുഹബത്ത് കഞ്ഞി ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഇതാ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, റവയും പാലും എല്ലാം കൂടെ. അപ്പോൾ കുറച്ച് കട്ടിയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് കുറച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ, കട്ടി കൂടുതലാണെങ്കിൽ. അല്ലെങ്കിൽ ഇത്രയും മതി കേട്ടോ. അപ്പോൾ തിളക്കട്ടെ. അപ്പോൾ ഇതാ കുറച്ച് നല്ല കട്ടിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല നേർത്തിട്ടാണ് കേട്ടോ, കുടിക്കാൻ രസം ഉണ്ടാവുക. ഇത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കട്ടിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതാ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പഞ്ചസാരയാണ് ഇടുന്നത്. ഒരു 3-4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കട്ടയാവരുത് കേട്ടോ, കട്ടാക്കി കഴിഞ്ഞാൽ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ കോഴിക്കോട് മുഹബത്തിൻ്റെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുക, റെഡി ആയിട്ടില്ല. അപ്പം അതൊന്ന് റെഡിയാക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളെ മുഹബത്ത് കഞ്ഞി റെഡി ആയിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയായത്. അതുമല്ല റവ വെന്ത് വരുമ്പോൾ നമുക്കറിയാലോ കുറുങ്ങി വരും കേട്ടോ, നല്ല കുറുകിയിട്ട് വരും. ഇപ്പോൾ ഇതാ ഞാൻ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ, ഒരു നുള്ളുപ്പ്. അത് നമ്മൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ റവ ഇവിടെ റെഡി ആയിട്ടുണ്ടേ, നമ്മളെ മുഹബത്തിൻ്റെ കഞ്ഞി. അപ്പോൾ ഇതാ ഞാനിതാ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടൊന്ന് എടുക്കാം. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിഞ്ഞാലില്ലേ നല്ല ടേസ്റ്റാണിത്. വെച്ചിട്ട് നമ്മളിത് എടുത്ത് വെക്കട്ടെ. ഇനി നമുക്കൊന്ന് ഇതിൽ ഒരു സാധനം കൂടെ ഇടാനുണ്ട് കേട്ടോ, അതാണ് അതിൻ്റെ രുചി കൊടുക്കുക. അപ്പോൾ അതാ ഇത് മാറ്റി വെക്കട്ടെ. ഇപ്പോൾ ഇതാ ഞാനിതാ വറവാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ചെറിയ കൂടുതൽ വേണം, എന്നാലും അതിനൊരു നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. സവാള മൂത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പം ഞാനിതാ അണ്ടിപ്പരിപ്പ് കൊടുക്കാം കേട്ടോ, ആ നെയ്യിൽ തന്നെ. ഇപ്പം ഇതാ ഞാൻ അണ്ടിപ്പരിപ്പിൻ്റെ ഉള്ളിൻ്റെ കൂടെ പിന്നെ മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാനില്ലേ ഏലക്കാപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മളെ ഇതിൽ അത് വീഡിയോയിൽ സെറ്റായി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വറവുകളെല്ലാം ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ നമ്മളെ മുഹബത്തിൻ്റെ കഞ്ഞി, കാപ്പാടിൻ്റെ മുഹബത്തിൻ്റെ കഞ്ഞിയാണ് കേട്ടോ. എല്ലാവരും വന്ന് കുടിച്ചോളി, നോമ്പ് പറഞ്ഞോളി. അടിപൊളി മണമാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സർവ് ചെയ്യുന്നില്ല ഇപ്പോൾ കേട്ടോ. അപ്പം എന്നാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്.
അപ്പോൾ ഇതാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. മിൽക്ക് മേഡൊക്കെ ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുടിച്ചാൽ പൂതി തീരൂല, ഉറപ്പാണ്. കാപ്പാട് വെറുതെ ഒന്നും പറയില്ല, ഉള്ള കാര്യമുള്ളത് അതുപോലെ നിങ്ങളെ മുമ്പിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. പിന്നെ ഏലക്കായ ഇടുന്നത് നമ്മൾ കാണിച്ചില്ല കേട്ടോ, കാണിക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ ഏലക്കായും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. മിൽക്ക് മേഡൊക്കെ ചേർത്തുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്ന് നമ്മളോട് ഒന്ന് കമൻറ്റ് പറഞ്ഞോളി, നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തോളി, ഒന്ന് ലൈക്ക് ചെയ്തോളി, നിങ്ങളെ കുടുംബക്കാർക്കൊക്കെ ഒന്ന് അയച്ചോട്ട്. പിന്നെ സബ്ബ് ചെയ്യാത്തവരൊക്കെ ഒന്നുണ്ടെങ്കിൽ സബ്ബാക്കിക്കോളൂ കേട്ടോ. നമ്മൾ കൂടുതൽ നിങ്ങളെ പറഞ്ഞിട്ടോ ബോറടിപ്പിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളെ മുമ്പിലേക്ക് വരും കേട്ടോ. അതുവരേക്കും കാപ്പാടി നിന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ബൈ.